കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് തർക്കം ഓരോ ദിവസം കഴിയുന്തോറും രൂക്ഷമായി വരികയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ലൂസ് ടോക്കിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. CR മഹേഷ് ഫേസ്ബുക്കിൽ 2 വരി എഴുതിയിട്ടുണ്ട്. ആലുങ്ക പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ടെന്ന്, അത് സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് സതീശനെ കുറിച്ചായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. മൊത്തത്തിലാണെന്ന് പറഞ്ഞു. കാര്യം ഈ തമ്മിലടി എന്ന് പറഞ്ഞ രക്ഷയില്ലാത്ത ഗുസ്തിയല്ലേ ഇപ്പം പരസ്യമായിട്ട്. അല്ല, ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഭരണം ഇവരേതാണ്ട് ഉറപ്പിച്ച മട്ട ആണ്. അതിനകത്ത് നമ്മൾ തെറ്റു പറയുന്നില്ല. ഭരണം UDF തന്നെയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭൂരിപക്ഷം എത്രയായിരിക്കും, എത്ര മെജോറിറ്റി, എത്ര സീറ്റ് ഉണ്ടാവും എന്നുള്ളതിനെ മാത്രമേയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് കൂടി CPM ഒരു വലിയ ഒരു പ്രോപ്പഗൻഡ നടത്തുന്നുണ്ട്. ഒരു നറേറ്റീവ് അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. CPM നേതാക്കളല്ല, സൈബർ അണികൾ. അവരുടെ ഇതനുസരിച്ച് അവർ ഇച്ചിരി സീറ്റ് കുറഞ്ഞാലും തിരിച്ചു വരും, LDF തന്നെ അധികാരത്തിൽ വരുമെന്നൊരു. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു CPM-ന്റെ അത്യാവശ്യം ധാരണയുള്ള ഒരാൾ പറഞ്ഞത് അവർ തിരിച്ചു വരുമെന്നാണ്. അപ്പൊ അതിനകത്ത് അതൊരു വ്യാജ നറേറ്റീവാണ്. അത് നടക്കില്ല എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ അഴിച്ചുവിട്ടിരിക്കുന്ന ഒരു നറേറ്റീവാണ്. ആ നറേറ്റീവിൽ കോൺഗ്രസ് നേതാക്കൾ വീണു എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. കാരണം ഇപ്പോഴും കോൺഗ്രസ്സുകാർക്ക് ആദ്യം പറഞ്ഞതിൽ നിന്ന് അവർ കുറച്ചാണ് സീറ്റുകൾ പറയുന്നത്. 100 പറഞ്ഞത് 85 80 ഇപ്പൊ ഒരു 75 കിട്ടുമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. എന്തായാലും ഭരണം കിട്ടും എന്നുള്ളത് ഒരു കണക്കുകൂട്ടൽ അവർ വന്നിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും രസം എന്താണെന്നറിയാമോ? ഇവർ ഈ എലക്ഷൻ കഴിയുന്നത് വരെ കടിച്ചു പിടിച്ചിരുന്നു. ഈ ഗ്യാങ്ങുകൾ 3 ഗ്രൂപ്പുകൾ പ്രബലമായ ഇത്, ഈ 3 ഗ്രൂപ്പുകൾ ഇലക്ഷൻ കഴിയുന്നവരെ കടിച്ചു പിടിച്ചിരുന്നതിന് ശേഷമാണ് ഇവർ രംഗത്ത് വന്നത്. ഇത് സുരാജ് വഞ്ഞാറോട് പറയില്ലേ, ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ കൊട്ടേഷൻ സംഘമാണെന്ന് പറയില്ലേ? അതിന്റെ വേറെ പതിപ്പാണ് ഇവിടെ ഉള്ളത്. കൊട്ടേഷൻ സംഘങ്ങൾ തന്നെയാണ് ഇവരെല്ലാവരും എടുത്തിറങ്ങിയിരിക്കുന്നത്. ഈ ചർച്ച തുടങ്ങി വെച്ചിരിക്കുന്നത് വേണുഗോപാൽ ഗ്രൂപ്പാണ്. ഈ ചർച്ചയിലേക്ക്, കാരണം ഏറ്റവും നന്നായിട്ട് സൈബർ വർക്ക് അറിയാവുന്നത് അവർക്കാണ്, ഈ വേണുഗോപാൽ ഗ്രൂപ്പിനാണ്. അവരൊരു സൈഡിൽ കൂടെ പതുക്കെ ഇത് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ചെന്നിത്തല ഗ്രൂപ്പ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇതുവരെ സത്യത്തിൽ ആത്മാർത്ഥമായിട്ട് രംഗത്ത് വരാത്ത ഒറ്റ ഗ്രൂപ്പേ ഉള്ളത് സതീശൻ ഗ്രൂപ്പാണ്. ചെന്നിത്തല ഗ്രൂപ്പിനെ കണ്ടായിരുന്നു. ചെന്നിത്തല ഗ്രൂപ്പ് പഴയ പ്രാഞ്ചിയേട്ട ശൈലിയാണ്. പഴയ സ്കൂളാണ് അവർ. പഴയ പ്രാഞ്ചിയേട്ട ശൈലി എന്ന് പറഞ്ഞാൽ പ്രാഞ്ചിയേട്ടന് പത്മശ്രീ കിട്ടാൻ വേണ്ടി ഒരു ശ്രീരാമന്റെ കഥാപാത്രം ഒരു ബയോഡേറ്റ ഉണ്ടായി കൊടുക്കുമല്ലോ. അതേപോലെ അദ്ദേഹം ചെറുപ്പത്തിൽ വീട്ടിൽ വരുന്ന സകല പക്ഷിമൃഗാദികൾക്കും വെള്ളം ഒഴിച്ചു കൊടുക്കുമായിരുന്നു, ഭിക്ഷക്കാരെ വീട്ടിൽ വിളിച്ചുകൊണ്ടിരുത്തി ചോറ് കൊടുക്കുമായിരുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള പഴയ സ്കൂളായതുകൊണ്ട് കുഴപ്പമാണ്. നമ്മുടെ ആധുനിക കാലത്തേക്ക് വരണ്ടേ. അപ്പൊ ഇദ്ദേഹം ഒരു എന്താ പറയുക, മര്യാദാ പുരുഷോത്തമനും സർവോപരി വളരെ നല്ലൊരു മനുഷ്യനും മുഖ്യമന്ത്രിയാകാൻ എന്തും കൊണ്ട് യോഗ്യനും. ഒരുപാട് ദേശീയ തലത്തിൽ നേതാക്കന്മാരെ കൈപിടിച്ച് കൊണ്ടുവന്ന ആളാണ്. കൈപിടിച്ച് വളർത്തി കൊണ്ടുവന്ന് അതുപോലെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രി, അത് സത്യമാണ്. 82 MLA ആകാൻ തുടങ്ങിയ 82 MLA ആയി തുടങ്ങിയ ആളാണ്. സംസ്ഥാനത്തിൽ 2 തവണ മന്ത്രിയായില്ലേ? സംസ്ഥാന മന്ത്രി 2 തവണ മന്ത്രിയായി. 2 തവണ സംസ്ഥാനത്ത്. കേന്ദ്രത്തിലും മന്ത്രിയായില്ലേ? ഇല്ല, മന്ത്രിയായിട്ടില്ല. AICC സെക്രട്ടറി ആയിട്ട് മന്ത്രിയാക്കിയില്ല. കേന്ദ്രത്തിൽ സഹമന്ത്രിയാക്കിയില്ലേ? ആക്കിയില്ല. 91 അദ്ദേഹത്തിന്റെ കേന്ദ്രമന്ത്രി ആക്കുമെന്നൊക്കെ കേട്ടിരുന്നാണെങ്കിൽ പോലും അന്ന് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റായിരുന്ന ചെന്നിത്തല വെട്ടിയിട്ട് സംസ്ഥാന പ്രസിഡന്റായിരുന്ന മമതാ ബാനർജി മന്ത്രിയാക്കി. വേറെ ഒരു രസകരമായ സാധനമുണ്ട്. 2021 അതായത് 1ാം പിണറായി സർക്കാരിന് ശേഷമുള്ള സർക്കാർ കോൺഗ്രസിൻ്റെ അധികാരത്തിൽ വരേണ്ടതായിരുന്നുവെന്നും അന്ന് മുഖ്യമന്ത്രിയാകേണ്ടിയിരുന്നത് രമേശ് ചെന്നിത്തലയായിരുന്നുവെന്നും അത് അദ്ദേഹത്തിന് കഴിയാതെ പോയതിനാൽ ഇക്കുറി അദ്ദേഹത്തിന് കൊടുക്കണമെന്നും ഒരു അഭ്യർത്ഥനയും പലരും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിനകത്ത് ശരിക്കും എന്താ സംഭവിച്ചിരിക്കുന്നത്? പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഭരണത്തിൽ വന്നിരുന്നെങ്കിൽ, UDF വന്നിരുന്നെങ്കിൽ ഉറപ്പായും ചെന്നിത്തല മുഖ്യമന്ത്രിയാവുമായിരുന്നു. കാരണം അവിടെ തർക്കമില്ല. പക്ഷേ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് VD സതീശൻ അതിശക്തനായി കഴിഞ്ഞിരിക്കുന്നു. KC വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതല എന്നുള്ളതിൽ അദ്ദേഹം അതിശക്തനായിരിക്കുന്നു. അന്ന് ഈ 2 പേരും മത്സരിക്കാൻ ഫലത്തിലില്ലാത്തൊരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ചെന്നിത്തല തന്നെയായിരുന്നു ഞാൻ അന്ന് മുഖ്യമന്ത്രി ആയേനെ. അപ്പോൾ ഇന്നലെ എൻ്റെ സുഹൃത്തുണ്ട്, വളരെ പ്രശസ്തനായ ഒരു കാർട്ടൂണിസ്റ്റ് ഷാജി മാത്യു എന്ന് പറയും, മലയാളപ്പുഴക്കാരൻ. സാമൂഹിക പ്രസക്തമായ ഒരുപാട് കാർട്ടൂണുകൾ വരയ്ക്കുന്ന ആളാണ് അദ്ദേഹം. വളരെ പഴയ ഒരു ആർട്ടിസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ പിന്നെ പഴയ ലാലു ലീല, പൂമ്പാറ്റയിലൊക്കെ വരച്ച് തുടങ്ങിയ ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഇന്നലെ ഒരു കാർട്ടൂൺ വരച്ചിട്ട് എനിക്കത് ഭയങ്കര രസകരമായിട്ട് തോന്നി. മലയപ്പുലേൻ്റെ വാഴക്കുല. സതീശൻ ഒരു പാളത്താറുമൊക്കെ ഉടുത്ത് തലയിലൊരു പാളത്തൊപ്പിയൊക്കെ വെച്ച് വലിയൊരു വാഴക്കൊലയുടെ പുറകെ നിൽക്കും. KC വേണുഗോപാലും പരിവാരങ്ങളും ഈ കൊല വന്ന് വെട്ടുന്നു. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കാർട്ടൂണാണെന്ന് എനിക്ക്. കാരണം ഷാജി അങ്ങനെ ഒരുപാട് കാർട്ടൂണുകൾ വരയ്ക്കുന്ന ഒരാളാണ്. പുള്ളി ആ തക്ക സമയം നോക്കി പുള്ളി കാർട്ടൂൺ വരയ്ക്കാൻ പറ്റുകയാണ്. ആ കൃത്യസമയം നോക്കി പുള്ളി വരച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. ഇന്നലെ അത് വരച്ചതിൽ എനിക്കൊന്ന് സമീപകാലത്ത് ഇറങ്ങിയ കാർട്ടൂണുകളിൽ ഏറ്റവും മനോഹരമായൊരു കാർട്ടൂണാണ്. കാരണം പാവപ്പെട്ട സതീശൻ വാഴയുടെ ചോട്ടി തമ്പുരാ കൊലയെ പെട്ടിക്കോട്ട് പോയി. സത്യമല്ലേ? പിന്നല്ലാതെ. അല്ല, കോൺഗ്രസിൽ ഇതൊരു സ്ഥിരം പരിപാടി തന്നെയാണ്. നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കും.
PC ചാക്കോ MP ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം ഒരു മണ്ഡലത്തിൽ ഒരിക്കൽ MP ആവുള്ളൂ. പക്ഷെ അദ്ദേഹം നോക്കിക്കോളും അടുത്ത മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരുത്തൻ അവിടെ നന്നായി പണിയെടുക്കുന്നുണ്ടെങ്കിൽ പതുക്കെ അടുത്ത ഇലക്ഷൻ ആകുമ്പോൾ അങ്ങോട്ട് വരും. എത്ര സീറ്റ് അതിനുവേണ്ടി കോൺഗ്രസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പാവപ്പെട്ട ധനപാലനെ കൊണ്ടുവന്ന് തൃശ്ശൂർ നിർത്തിയിട്ട് അവിടെ കയറി മത്സരിച്ച് എന്നിട്ട് പരാജയപ്പെട്ടില്ലേ. അപ്പം എന്ന് പറഞ്ഞ പോലെയാണ് ഇതിപ്പം സത്യത്തിൽ നമുക്കറിയാം ഇതിനകത്ത് ഇപ്പോൾ ശരിക്കും 3 ഗ്രൂപ്പ് ഉണ്ടെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളത് ഈ 2 പേർക്കുള്ളൂ. ചെന്നിത്തലയ്ക്കും ആർക്കാ KC വേണു. VD സതീശന് പറയത്തക്ക അണികളില്ലാത്ത എന്താണെന്ന് ചോദിച്ചാൽ അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷ സ്വഭാവമാണ്. അദ്ദേഹം ഒരു കടുംപിടുത്തക്കാരനാണ്. അല്ല, അതുകൊണ്ട് തന്നെ ഒപ്പം ഉണ്ടായിരുന്ന വലിയൊരു സംഘം യുവ നേതാക്കൾ പുള്ളി വിട്ട് പോവുകയും കൂടെ ചെയ്തു. ഇപ്പോൾ ഉൾപ്പെടെയുള്ളവർ അത് ഇപ്പോൾ ഈ പറയുന്ന KC വേണുഗോപാലിനാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. നമ്മൾ ശ്രദ്ധിച്ചാലറിയാം ഈ യുവാക്കളായിട്ടുള്ള ആൾക്കാർ മൊത്തം അദ്ദേഹത്തിൻ്റെ കൂടാണ്. ഈ പറയുന്ന മുമ്പേ പറഞ്ഞ മഹേഷ് അടക്കം എനിക്ക് തോന്നുന്നു KCയുടെ പക്ഷത്താണ്. എല്ലാവരും KCയുടെ നിൽക്കുള്ളൂ. കാരണം കോൺഗ്രസിൽ എപ്പോഴും അധികാര പദവിയിൽ ആരുണ്ട് അയാളെ കൂടെ എല്ലാവരും നിൽക്കുള്ളൂ. അല്ല, നമ്മളെ വളർത്തിക്കൊണ്ടുവന്നാണെന്നുള്ള പ്രത്യേകിച്ചും കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അറിയാം ഇപ്പോൾ രാഹുൽ ഗാന്ധിയേക്കാൾ ശക്തനാണ് KC വേണുഗോപാൽ. AICC ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. അതെ, അദ്ദേഹം തീരുമാനിക്കും എന്ത്. കോൺഗ്രസ് പ്രസിഡന്റ് കഴിഞ്ഞ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്നുള്ളത് സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി ആണല്ലോ. ബ്രഹ്മാവിനാണോ ആയുസിന് പഞ്ഞിരിക്കുന്ന പോലെ. അപ്പം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പേ നമുക്കറിയാം. പക്ഷേ അത് വളരെ തന്ത്രശാലിയാണ് അദ്ദേഹം. ഒറ്റ MP മത്സരിപ്പിച്ചില്ലെന്നുള്ളതാണ്. അതാണ്. പക്ഷേ ഇനി അദ്ദേഹം ഇൻ കേസ് അദ്ദേഹം മുഖ്യമന്ത്രിയാവാൻ വരികയാണെങ്കിൽ 2 ബൈ-ഇലക്ഷൻ നമ്മൾ നേരിടേണ്ടി വരും. അതെ, ഒന്ന് അദ്ദേഹം രാജിവെക്കുന്ന ആലപ്പുഴ സീറ്റിലേക്കും പിന്നെ അദ്ദേഹം മത്സരിക്കാൻ പോകുന്ന മണ്ഡലത്തിലേക്കും 2 ബൈ-ഇലക്ഷൻ നടത്തേണ്ടി വരും. അങ്ങനെ ഒരു വിഷയം ഉണ്ടാവും. അല്ല, ഈ KC സത്യത്തിൽ കാണിച്ച KC രാജ്യസഭ MP സ്ഥാനം രാജിവെച്ചതിന് ശേഷമല്ലേ അത് BJPക്ക് പോയി. അപ്പോൾ രാജസ്ഥാനിലെ സംഭവം BJPക്ക് കൊടുത്തിട്ടാണ് അദ്ദേഹം കേരളത്തിൽ വന്ന് മത്സരിക്കാൻ പോയത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ നിയമസഭയിലേക്ക് എനിക്ക് തോന്നുന്നു ഒരു കേരള മുഖ്യമന്ത്രിയാകാനോ കേരളത്തിൽ കോൺഗ്രസിന് ഭരണം കിട്ടത്തില്ല അന്നൊരു ചിന്താഗതി ഉണ്ടായതുകൊണ്ടായിരിക്കാം പുള്ളി MP ആകാൻ വന്നത്. അതുകൊണ്ടാകാം. മാത്രമല്ല അദ്ദേഹം AICC ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയാണ്. നാളെ UPA സർക്കാരാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഏറ്റവും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയോ ഡിഫൻസ് മന്ത്രിയോ ഒക്കെ ആകേണ്ട ആളാണ് അദ്ദേഹം. അങ്ങനത്തെ ഒരാൾ വന്ന് ഈ ഇന്ത്യയിലെ ഒരു ചെറിയ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആയിരിക്കുക എന്ന് പറയുന്നത് KC വേണുഗോപാലിന്റെ കരിയറിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലതല്ല. പക്ഷേ കോൺഗ്രസിന് വേറെ രക്ഷയില്ല എന്നുള്ളതുകൊണ്ട് അത് ക്ലോസ്ഡ് ചാപ്റ്റർ ആണ്. ഇപ്പൊ ഈ വനിതാ ബില്ലൂടെ വന്നതോടെ 840 സീറ്റ് വരുമ്പോഴത്തേക്ക് വടക്കേ ഇന്ത്യ കംപ്ലീറ്റ് BJP തൂത്തുവരും. തെക്കേ ഇന്ത്യയുടെ ആവശ്യം ഇല്ല, അവർക്ക് ആവശ്യമില്ല. അപ്പം ശരിക്കും ആ ഇത് വന്നു കഴിയുമ്പോൾ ഒരിക്കലും ഇനി ഇവർ അധികാരത്തിൽ വരാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ KC വേണുഗോപാൽ വളരെ സമർത്ഥമായിട്ടാണ് കരുക്കൾ നീക്കിയത്. അതായത് അക്കാര്യത്തിൽ നമ്മൾ KC സമ്മതിച്ചു കൊടുക്കണം. ഒരുപാട് അസംതൃപ്തരുണ്ടായിരുന്നു, സീറ്റ് കിട്ടാതെ പോയ അസംതൃപ്തരുണ്ട്. അവരെ എല്ലാം പുള്ളി നേരിട്ട് പോയി ആശ്വസിപ്പിച്ചു എന്നുള്ളതാണ്. ഒരാൾ പൊട്ടിക്കരയുന്ന കണ്ടില്ലേ, കെട്ടിപ്പിടിച്ച് കരയുന്നു. കുട്ടനാട്ടിലെ സജി ജോസഫിനെ മാറ്റുന്നു, ആറന്മുള വിജയ് ഇന്ത്യയോടിനെ മാറ്റുന്നു, പുനലൂരിൽ വേറൊരു സ്ഥാനാർത്ഥിയായിട്ട് റിബലായിട്ട് മത്സരിക്കാൻ വന്ന മോനെ നിങ്ങൾക്കൊക്കെ ഞങ്ങൾ തരും ചെയ്യും എന്ന് പറയും. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുന്നിടത്തോളം ഈ സോഷ്യൽ മീഡിയ സപ്പോർട്ട് മുഴുവൻ KCക്കാണ്. KC വളരെ തന്ത്രപരമായിട്ടാണ് ഇതിലേക്ക് ഈ സംഭവം തന്നിലേക്ക് ഇത് എത്തിച്ചിരിക്കുന്നത്. അത് ഇതിനകത്തെ രസം എന്താണെന്ന് ചോദിച്ചാൽ ഈ CPM സൈബർ സേന ഒരുപാട് പണിയെടുക്കേണ്ട സമയത്താണ് ഇപ്പോൾ അവരുടെ പണി ഇവർ ലഘൂകരിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് കോൺഗ്രസ്. അതാണ് കാര്യം. അത് എപ്പോഴും സംഭവിക്കാറുള്ളതാണ്. ഈ കോൺഗ്രസ്സുകാരുടെ എപ്പോഴും ചെയ്യാറുള്ളത് അവരുടെ പ്രവർത്തികൾ ഫലത്തിൽ നേരെ CPMന് അനുകൂലമായ ഒരു ഘടകത്തിലേക്ക് മാറുന്നത്. കാരണം ഇവിടുത്തെ ചർച്ച മുഴുവൻ CPM തോറ്റ അമ്പുന്നതിനെ കുറിച്ചായിരുന്നു. പിണറായി വിജയൻ എങ്ങോട്ട് പോയി എന്നുള്ളതായിരുന്നു. അതൊന്നും ഇപ്പം ചിത്രത്തിലില്ല. ഇപ്പം എന്താ പ്രശ്നം? ഇപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാകും എന്നതിനെക്കുറിച്ച് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ വേറെ ഒരു വിഷയമില്ലാത്ത സമയമാണ്. കോൺഗ്രസ് ഒരു വിഷയം ഉണ്ടായി കൊടുത്തിട്ടുണ്ട്. രാവിലെ ആകുമ്പോൾ അവരെ ബൈറ്റ് എടുക്കാൻ പോകും. ഇന്നിപ്പോൾ രാവിലെ നമ്മുടെ MK രാഘവൻ്റെ ബൈറ്റ് നമ്മൾ ചാനലിൽ കാണുന്നുണ്ട്. എല്ലാവരും നേതാക്കന്മാരെ ബൈറ്റ് എടുക്കുന്നുണ്ട്. എല്ലാവരും അവരുടെ അഭിപ്രായം പറയും. നമ്മുടെ LDF നേതാക്കൾ പലരും വ്യക്തിപരമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത് സംസാരിച്ചു. ഞാനിങ്ങനെ പലരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞെന്താണെന്നറിയോ, ഒരു ഇടവേള അനിവാര്യമാണ്. ഇത്തവണ തോക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ലെങ്കിൽ സമരം ചെയ്യാൻ മറന്നു. 10-15 വർഷമൊക്കെ ഭരിച്ചോണ്ടിരുന്ന സമരം ചെയ്യാൻ മറന്നു. ഈ പിണറായി വിജയൻ തൽക്കാലം മാറി നിൽക്കട്ടെ. ഇയാളെ മാറ്റി നിർത്താൻ ഇതല്ലാതെ വേറെ മാറില്ല. ഇയാളോട് മാറാൻ പറയാൻ ആർക്കും ധൈര്യമില്ല. പിന്നെന്താ മാർഗം? പിന്നെ ഇയാളെ തോപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് മാർഗം. അപ്പം അങ്ങേരെ നിലനിൽപ്പ് വരെ ഭീഷണിയിലാണെന്നാണ് പറയുന്നത്.
പക്ഷെ ഇതിനെയൊക്കെ ഏതാണ്ട് പുച്ഛത്തോടെയാണ് ഇതിനകത്ത് സൈബർ ഹാൻഡിൽ ചെയ്യുന്നത്. അവർ ഈ നാട്ടിലെങ്ങും ഇല്ലാത്ത കണക്ക് കൊണ്ടുവരുമല്ലോ, ഒരു മനുഷ്യനും മനസ്സിലാകാത്ത കണക്കുണ്ട്. അത് ഐസക്കിന്റെ പഴയ കണക്ക്. അതിപ്പോ വീട് പണിയുടെ ആണെങ്കിലും ബക്കറ്റ് പിരിവിന്റെ ആണെങ്കിലും ചോദിച്ചാൽ ഉടൻ അവർ ഒരു കണക്ക് റെഡിയാണ്. ആ കണക്ക് ഈ ലോകത്ത് അവർക്കും മനസ്സിലാവത്തില്ല, നമുക്കും മനസ്സിലാവത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനിടയിലാണ് ഈ കോൺഗ്രസ്സുകാർ ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് ചൊല്ലി ഇപ്പോഴും തർക്കവും കുസ്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ തൊഴിലുള്ള തർക്കം നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. നിങ്ങൾ ശ്രദ്ധിച്ചോണം, മെയ് 4 കഴിയുന്നതോടെ കോൺഗ്രസ് വലിയ വിഷയത്തിലേക്ക് പോകും. ഈ കിട്ടിയ ഭരണത്തെ തമ്മിലടി കാരണം ഇവന്മാർക്ക് ഭരിക്കാനും സമയം കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. അല്ല, മാത്രമല്ല ഇവിടെ വേറൊരു കാര്യം കൂടെ വരുന്നുണ്ട്. ഈ മുഖ്യമന്ത്രി അവിടെ നിൽക്കട്ടെ, ഇനി മന്ത്രിമാരാരെ തിരഞ്ഞെടുക്കും? ഒരു സ്വീപ്പാണ് വന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒരു വലിയ ഒരു കൊടുങ്കാറ്റടിച്ച് ഈ നേതാക്കന്മാരെല്ലാവരും കൂടെ ജയിച്ചു കയറി വന്നാലുള്ള അവസ്ഥ ആലോചിച്ചു. എത്ര മന്ത്രിയാക്കാൻ പറ്റിയ കൂട്ടത്തിൽ ഏത് വകുപ്പ് കൊടുക്കുക? 21 മന്ത്രിമാർ. എന്തായാലും ലീഗുകാർ 5 മന്ത്രി അവർക്ക് കൊടുക്കേണ്ടി വരും. അതെ, കേരള കോൺഗ്രസ് 8-ൽ 8 ജയിച്ചെന്ന് വരും. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ലീഗിനൊരു സേവ ഉണ്ടായിരിക്കും. ഉണ്ട്. കാരണം അവർ തീരുമാനിക്കും. അന്തിമമായി കോൺഗ്രസ്സുകാർ ഇതൊക്കെ പറയുമ്പോഴേ ഹൈക്കമാൻഡ് ലോ കമാൻഡ് എന്താണെങ്കിലും ലീഗ് ഇടപെടും അവസാനം ഇതിലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ലീഗ് ഇടപെടുമെന്ന് പറഞ്ഞാൽ ലീഗിൻ്റെ ആൾക്കാരായിരിക്കും അതിനകത്ത് ഏറ്റവും കൂടുതൽ വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്യുക. അതെ, അവിടെ അവരൊക്കെ തീരുമാനിക്കും ആര് മുഖ്യമന്ത്രിയാണോന്ന് ലീഗ് തീരുമാനിക്കും. കാരണം എന്താണെന്ന് അറിയാമോ, അവർക്ക് കേന്ദ്രത്തിൽ ഒരു പിടി വേണം. ആ പിടി ഉള്ളത് ഇപ്പം നിലവിലുള്ളത് കെ സി വേണുഗോപാൽ ബുദ്ധിമാനാണ്. അയാൾ ACC ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ളത് അദ്ദേഹം അങ്ങോട്ട് പോയി വാങ്ങിച്ചെടുത്തതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ അങ്ങോട്ട് ചെന്ന് വേറെ ആരും ഏറ്റെടുക്കാൻ എനിക്ക് തയ്യാറാകാത്ത സാഹചര്യം, പൊളിഞ്ഞടങ്ങിയിരുന്ന സമയത്ത് കോൺഗ്രസിൽ പൊളിഞ്ഞടങ്ങിയ സമയത്ത് പുള്ളി അങ്ങോട്ട് പോയി ഏറ്റെടുത്താണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് ഇങ്ങനൊരു സൗഭാഗ്യം കൂടി കൈവന്നു എന്നുള്ളതാണ്. എന്തായാലും ചിത്രത്തിൽ 3 പേരാണ്, സതീശനും രമേശ് ചെന്നിത്തലയും KC. പക്ഷേ ഇതിനകത്ത് സതീശനും രമേശും, അതിൽ രമേശാണ് ഒന്നുകൂടെ അണികളാൽ സമ്പുഷ്ടം ആയിട്ടുള്ളത്. അണികളെ കൊണ്ട് ഇതുള്ളൂ. VD സതീശന് അണികളില്ല. ഉള്ള ആൾക്കാരെ കൂടെ അദ്ദേഹം പറഞ്ഞു വിട്ടു. പക്ഷേ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടാണ് ഈ കാര്യത്തിൽ ഉള്ളത്. പക്ഷേ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ബ്രഹ്മാവിന് ആയുസിന് വഞ്ഞവന്ത എന്ന് നമ്മൾ മുമ്പേ ചോദിച്ച പോലെ തന്നെ KC വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രിയായി എത്തും എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ എത്തുമെങ്കിലും ആ ഭരണത്തിൻ്റെ വോട്ടെണ്ണലിൻ്റെ ദിവസം വരെയെങ്കിലും ഇവർക്ക് കാത്തിരിക്കണം. അല്പം ഒന്ന് ക്ഷമിച്ചിരുന്നുകൂടെ എന്നാണ് സ്വാഭാവികമായിട്ട് എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും ചോദിക്കുന്നത്. അതെ.